കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെ മാത്രമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. സ്ഥാനാർത്ഥി കാര്യത്തിൽ DCC ഇടപെടില്ല, തീരുമാനം പെട്ടെന്നെടുക്കുന്നതാണ് ഉചിതം. കണ്ണൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് ദുഃഖമുണ്ടാക്കുന്നതാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും DCC അംഗീകരിക്കുമെന്ന് പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. തീരുമാനം പെട്ടെന്ന് വേണം എന്നത് ഏവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് സ്വാഭാവികമായി DCCക്ക് എന്നല്ലോ, പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അധികം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എത്രയും പെട്ടെന്ന് വരിക എന്നുള്ളത് ഒരു പാർട്ടി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമല്ലേ. പക്ഷെ ഒരു വലിയൊരു പ്രസ്ഥാനം എന്ന നിലയിൽ പാർട്ടിയിൽ ചർച്ചയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടല്ലേ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ചില സമയകാലതാമസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. കെ സുധാകരന് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് DCCക്ക് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് വേദനിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കേണ്ട കാര്യമല്ലോ. സംഘടനാപരമായ അങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രത്യേകിച്ച് DC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചെയ്യാൻ പാടില്ലായിരുന്ന ഒരു സംഭവമായിട്ടല്ലേ സ്വാഭാവികമായി ഉണ്ടാവുക. തളിപ്പറമ്പിലും പയ്യന്നൂരിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്ന് പറയാൻ യൂത്ത് കോൺഗ്രസിന് അവകാശമുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസ് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് സാധാരണ പാർട്ടി വേദികളിൽ പറയും, ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ പറയും. അത് പറഞ്ഞതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ ചില കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചു. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം പാർട്ടി അത് ആരാണ് എന്നുള്ളത് ഹൈക്കമാൻഡ് KPCC പ്രഖ്യാപിക്കുമ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് പാർട്ടിക്ക് ഘടകങ്ങൾ, മണ്ഡലം കമ്മിറ്റിയുണ്ട്, ബ്ലോക്ക് കമ്മിറ്റിയുണ്ട്, ബൂത്ത് കമ്മിറ്റിയുണ്ട്, അത്തരം ഘടകങ്ങൾ ആ സംവിധാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ പല തന്ത്രങ്ങളും സ്വീകരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. DCCയോട് ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി എല്ലാവരും UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും DCC ഒരുക്കിയിട്ടുണ്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.